എന്റെ ചെറുപ്പക്കാരോട് ഈ വിനീതം പറയാനുള്ളത്, പൊന്നുമോനെ, ഖുർആനുമായി നിനക്കെന്ത് ബന്ധമാണടാ? ഖുർആനുമായി നിനക്കെന്ത് ബന്ധമാണടാ? ഖുർആൻ ഓതാൻ നിനക്ക് സമയമുണ്ടോ? ഖുർആൻ പഠിക്കാൻ നിനക്ക് സമയമുണ്ടോ? മുസ്ലിമുകളായ നിന്റെ സഹോദരങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കാൻ നിനക്ക് സമയമുണ്ടോ? അറിയുമോ ചെറുപ്പക്കാരാ? സിനിമാ താരങ്ങളുടെ പിന്നാലെ ഓടുന്ന ചെറുപ്പക്കാരാ, ക്രിക്കറ്റ് താരങ്ങളുടെ പിന്നാലെ ഓടുന്ന ചെറുപ്പക്കാരാ, റെസ്ലിംഗ് താരങ്ങളുടെ പിന്നാലെ ഓടുന്ന ചെറുപ്പക്കാരാ, നീ ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങൾ എന്നാണ് ആ ലോകം അറിയപ്പെട്ടത്? അറിയുമോ? നീ ഇഷ്ടപ്പെടുന്ന റെസ്ലിംഗ് താരങ്ങളുണ്ടല്ലോ, ട്രിപ്പിളച്ചിനെ പോലെ, നീ ഇഷ്ടപ്പെടുന്ന റെമിസ്റ്റീരിയെ പോലെ, നീ ഇഷ്ടപ്പെടുന്നതായ ഗ്രേറ്റ് കാലിയെ പോലെ ലോകം അറിയപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. അതേ, ഒരു കാലത്ത് ഇടിക്കൂട്ടിലെ സിംഹക്കുട്ടികളായ മനുഷ്യരുണ്ടായിരുന്നു. ഇടിക്കൂട്ടിലെ സിംഹക്കുട്ടികളായ മനുഷ്യരുണ്ടായിരുന്നു. അറിയുമോ ചെറുപ്പക്കാരാ? ക്ലേഷ്യസ് ക്ലേ എന്ന പേരുള്ള ഇടുക്കോട്ട് സിംഹക്കുട്ടിയായ ഒരു മനുഷ്യനുണ്ടല്ലോ. ആ ക്ലേഷ്യസ് ക്ലേ അതാ അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാണ്, ഖുർആൻ പഠിക്കുകയാണ്. ഇടുക്കോട്ടിലെ സിംഹക്കുട്ടിയായിരുന്ന ക്ലേഷ്യസ് ക്ലേ ഇതാ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ചുടക്കുട്ടിയായി മാറിയിരിക്കുകയാണ്. ഇടുക്കൂട്ടിലെ സിംഹക്കുട്ടി ഇതാ ഇസ്ലാമിന്റെ ചുടക്കുട്ടിയായി മാറിയിരിക്കുകയാണ്. കഴിയുമോ ചെറുപ്പക്കാരാ നിനക്കൊരു ക്ലേഷ്യസ് ക്ലേ ആയി മാറാൻ? അതേപോലെ ഇടിക്കോട്ട് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു. തന്റെ എതിരാളികളായി വരുന്ന മനുഷ്യരുടെ കാത് പോലും പച്ചയ്ക്ക് കടിച്ചു പറിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, താൻ പങ്കെടുത്ത മത്സരങ്ങൾ നാലെണ്ണത്തിലൊഴികെ എല്ലാ മത്സരങ്ങളിലും വിജയം വരിച്ചുകൊണ്ട് വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻ എന്ന പ്രശംസപത്രം നേടിയെടുത്ത മനുഷ്യനുണ്ടായിരുന്നു. അതേ, മൈക്ക് ടൈസൺ എന്ന പേരുള്ള ലഹരിക്കടിമയായ മനുഷ്യനുണ്ടായിരുന്നു. ആ മൈക്ക് ടൈസൺ ലഹരിക്കടിമപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വരികയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വിശുദ്ധ ഖുർആൻ കിട്ടുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഖുർആൻ പഠിക്കുകയാണ്. അങ്ങനെ മൈക്ക് ടൈസൺ എന്ന പേരുണ്ടായിരുന്ന മനുഷ്യൻ എന്നറിയുമോ? മലിക് അബ്ദുൽ അസീസ് എന്ന പേരിൽ ഇസ്ലാമിന്റെ പ്രബോധകനായി മാറിയിരിക്കുകയാ. അതേ, ഖുർആനിലൂടെ വന്ന മാറ്റമാണ്, ഖുർആനിലൂടെ വന്ന മാറ്റമാണ്. കഴിയട്ടെ ചെറുപ്പക്കാരാ, കഴിയട്ടെ ചെറുപ്പക്കാരാ. മ്യൂസിക് കേട്ടുകൊണ്ട് ബൈക്കിൽ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരാ, ബോബ് മാർലിയുടെയും മൈക്കിൾ ജാക്സന്റെയും എ.ആർ. റഹ്മാന്റെയും പോപ്പ് മ്യൂസിക് കാതുകളിലേക്ക് തിരികെ വെച്ചുകൊണ്ട് തലയിൽ മാറ്റിക്കൊണ്ട് ബൈക്കുകളിൽ ഇതാ മാസ്മരിക ലോകത്തോടെ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരാ, ലോകത്ത് ഒരുപാട് മാറ്റം വരുത്തി ഖുർആൻ. ഇടിക്കൂട്ടിന് സിംഹക്കുട്ടിയായിരുന്ന മൈക്ക് ടൈസനെയും അതേപോലെ തന്നെ ക്ലേഷ്യസ് ക്ലേയും അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഖുർആൻ. ചെറുപ്പക്കാരാ, നിനക്കും കഴിയട്ടെ. പോപ്പ് മ്യൂസിക്കിന്റെ റോക്ക് മ്യൂസിക്കിന്റെ രാജാക്കന്മാരെ നീ ഇഷ്ടപ്പെടുമ്പോൾ എന്റെ പൊന്നുമോനെ അറിയുമോ? പാശ്ചാത്യ രാജ്യത്തുള്ള ചെറുപ്പക്കാർ ഒരിക്കൽ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടതായ റോക്ക് മ്യൂസിക്കിന്റെ രാജകുമാരനായ മനുഷ്യനുണ്ടായിരുന്നു. അതെ, അറിയുമോ? കെ സ്റ്റീവൻ എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ആ കെ സ്റ്റീവനതാ രോഗബാധിതനായ ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ചെന്നെത്തുകയാണ്. അദ്ദേഹം ഖുർആൻ പഠിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്ത് റോക്ക് മ്യൂസിക്കിന്റേതായ രാജകുമാരനായ കെ സ്റ്റീവൻ ഉണ്ടല്ലോ, ഇന്ന് അദ്ദേഹം അതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂസുഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഖുർആനിന്റെ സ്ഥാപനങ്ങൾ നടത്തുകയാണ്. കഴിയുമോ ചെറുപ്പക്കാരാ? എന്റെ പൊന്നുമോനെ, നിനക്ക് കഴിയുമോ? അതേ, ഒരു ഡിസംബർ 6 കടന്നുപോയതാണ്. ബാബരി മസ്ജിദിന്റെ വേദനിക്കുന്ന ഓർമ്മകൾ നമ്മൾ ഓരോരുത്തരും അയവിറക്കിയതാണ്. അറിയുമോ ചെറുപ്പക്കാരാ? 1992 ഡിസംബർ 6 എന്ന കറുത്ത ബുധനാഴ്ച 11:00ക്കും 11:45 ഇടയിൽ അതേ വർഗീയവാദികളായ നേതാക്കന്മാരുടെ പ്രസംഗം കേട്ടുകൊണ്ട് ബാബരി മസ്ജിദിലേക്ക് വർഗീയ പരിവാരങ്ങൾ ചാടിക്കേറുമ്പോൾ
ഒന്നാമത് ചാടിക്കേറിയ കൂട്ടത്തിന് രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതേ ബൽബീർ സിംഗ് എന്ന് പേരുള്ളതായ, അതേപോലെ തന്നെ യോഗീന്ദർ സിംഗ് എന്ന് പേരുള്ളതായ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ് ബൽബീർ സിംഗും യോഗീന്ദർ സിംഗും. ബാബരി മസ്ജിദിലേക്ക് ചാടിക്കയറുകയാണ്. അവര് ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലി തകർപ്പ് തരിപ്പണമാക്കുകയാണ്. എന്നിട്ടും അവരുടെ അരിശം തീരുന്നില്ല, എന്നിട്ടും അവരുടെ വർഗീയ വിദ്വേഷം തീരുന്നില്ല. അങ്ങനെ ബാബരി മസ്ജിദ് മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇമാം നിന്ന് നിസ്കരിച്ചിരുന്നതായ മിഹ്റാബിൽ നിന്ന് രണ്ട് ഇഷ്ടിക കഷണങ്ങൾ ഇളക്കിയെടുക്കുകയാണ്. അവിടെ നിന്ന് രണ്ട് കല്ലിന്റെ കഷണങ്ങൾ ഇളക്കിയെടുക്കുകയാണ്. അതിന് കേട് സംഭവിക്കാതെ തങ്ങളുടെ ബാഗിൽ അവർ സൂക്ഷിക്കുകയാണ്. വളരെയേറെ കഷ്ടതകൾ സഹിച്ചുകൊണ്ട് ഇമാം നിന്ന് നിസ്കരിച്ച ബാബരി മസ്ജിദിന്റെ രണ്ട് കല്ലുകൾ അവരുടെ നാട്ടിലേക്ക് അവർ കൊണ്ടുപോവുകയാ. എന്നിട്ടോ ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ സർഗവർഗീയ പരിവാരങ്ങളെയും വിളിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, നിങ്ങൾക്ക് ബാബരി ഇടിക്കാൻ, നിങ്ങൾക്ക് അതിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അവിടെ നിന്ന് രണ്ട് കല്ലുകൾ ഞങ്ങൾ ഇളക്കി കൊണ്ടുവന്നിരിക്കുക. നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ തീർത്തുകൊള്ളുക. നിങ്ങൾ ഇതിന്റെ മുകളിൽ മലമൂത്ര വിസർജനം നടത്തിക്കൊള്ളുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനമായ ബാബരി മസ്ജിദിന്റെ കല്ല് കൊണ്ടുപോയി അതിന്റെ മുകളിൽ മുഴുവൻ നാട്ടുകാർക്കും മലമൂത്ര വിസർജനം നടത്താൻ സൗകര്യമൊരുക്കി കൊടുത്തതായ ബൽബീർ സിംഗിന്റെയും യോഗീന്ദർ സിംഗിന്റെയും ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുമോ പ്രിയപ്പെട്ട മുസ്ലിമേ? നിനക്ക് പോകാൻ കഴിയുമോ ഉത്തർപ്രദേശ് സംസ്ഥാനത്തേക്ക്? പുലത്ത് എന്ന ജില്ലയിലേക്ക് ചെല്ലുമോ? ആ പുലത്തിലേക്ക് ചെന്നിട്ട് യോഗീന്ദർ സിംഗിനെ ചോദിച്ചാൽ, ബൽബീർ സിംഗിനെ ചോദിച്ചാൽ, ഇല്ല പൊന്നുപോലെ നിനക്ക് കാണാൻ കഴിയില്ലടാ. മറിച്ച് നിന്നെയാ നാട്ടുകാർ കൊണ്ടുപോകുന്നത് വേറെ രണ്ട് മനുഷ്യരുടെ അടുക്കലാണ്. അതേ നെഞ്ചുവരെ ദാടി വളർത്തിയിട്ടുള്ള, സുന്നത്തായ വേഷം ധരിച്ചിട്ടുള്ള, സകല സമയവും അല്ലാഹുവിന് വേണ്ടി സമയം കൊടുക്കുന്നതായ അമുസ്ലിം ഗല്ലികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതായ ആമിറെന്നും ഉമറെന്നും പേരുള്ള രണ്ട് മനുഷ്യരിലേക്ക് നീ ചെന്നെത്തുന്നതാ. അതേ ആരെന്നറിയുമോ? അതായിരുന്നു ബാബരി മസ്ജിദ് തകർത്ത ബൽബീർ സിംഗ്, അതായിരുന്നു ബാബരി മസ്ജിദ് തകർത്ത യോഗീന്ദർ സിംഗ്. അവരിൽ മാറ്റം വരുത്തി ബൽബീർ സിംഗും യോഗീന്ദർ സിംഗും ഇന്ന് ആമിറും ഉമൈറുമായി മാറിയിരിക്കുകയാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നിനക്കും കഴിയട്ടെ, നിന്റെ ജീവിതത്തിലും മാറ്റമുണ്ടാകട്ടെ, നിന്റെ ജീവിതത്തിലും ഖുർആനിന് സ്ഥാനമുണ്ടാകട്ടെ. അതുകൊണ്ട് ഖുർആനുമായി ബന്ധം പുലർത്തിക്കൊണ്ട്, ഖുർആൻ പഠിച്ചുകൊണ്ട്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ഖുർആൻ പ്രാവർത്തികമാക്കിക്കൊണ്ട്, ഖുർആൻ പഠന വിധേയമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ പരിപൂർണമായും കടന്നുകൊണ്ട് ഒരു യഥാർത്ഥ ഖുർആനിന്റെ വക്താവായി മാറാൻ പടച്ച തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഉണ്ടായിത്തീർന്ന മാറ്റമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ ഈ ലോകം കണ്ടെറിഞ്ഞതായ മാറ്റം. ഇസ്ലാമിന്റെ ശത്രുക്കളായി ജീവിച്ച മനുഷ്യർ, മനുഷ്യത്തെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യർ, അവർക്ക് പോലും മാറ്റം ഉണ്ടായി. ബൽബീർ സിംഗും യോഗീന്ദർ സിംഗും വിശുദ്ധമായ ഖുർആനിന്റെ പ്രചാരകരാണ്. ഒരു കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ വിഗ്രഹത്തിന്റെ മുന്നിലേക്ക് പോയ ഗീത എന്ന പെൺകുട്ടി ഇന്ന് ആമിന ഉമ്മ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ സ്ഥാപനം നടത്തുക. നമ്മൾ ചിന്തിച്ചേ, നമുക്കൊക്കെ എന്ത് ബന്ധമുള്ളേ? നമുക്കൊക്കെ എന്ത് ബന്ധമുള്ളത്? നമ്മളൊക്കെ പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്. ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ പോലും കാലം ഇത്ര കഴിഞ്ഞിട്ടും മാറ്റം വരുത്താത്ത ഖുർആൻ എന്ന് പറഞ്ഞ് വീമ്പ് പറയാനല്ലാതെ, എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനല്ലാതെ വീട്ടിലിരിക്കുന്ന ഖുർആനും എടുക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നവർക്ക് ആ പള്ളിയിലിരിക്കുന്ന ഖുർആനും എടുത്ത് ഒരു ദിവസം 1/2 മണിക്കൂർ വിശുദ്ധ ഖുർആനും ഓതാൻ എത്രയോ പള്ളികളുടെ വിഷമം തോന്നിയിട്ടുണ്ട്. ഖുർആൻ എങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടോ കവറ് പോലെ മിളക്കാതെ 100 കണക്കിന് ഖുർആൻ അടുക്കി വെച്ചിരിക്കുന്ന പള്ളികൾ കണ്ടിട്ടുണ്ട് അല്ലേ?
സമുദായത്തിന് സമയമില്ല, സമുദായത്തിന് അതൊന്നും നേരമില്ല. ഖുർആൻ ഈ ലോകത്തിന് മുഴുവനും മാറ്റം വരുത്തുന്ന അത്ഭുത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇന്ത്യ രാജ്യം അല്ലെ, നമുക്കറിയാം ഇന്ത്യ രാജ്യം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. ഇന്ത്യ രാജ്യത്തിന്റെ സർവ്വ